കഴിഞ്ഞ വീഡിയോയിൽ അസംബ്ലിങ്ങുമായി ബന്ധപ്പെട്ട ബിൽ ഓഫ് മെറ്റീരിയൽ പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഭാഗം നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കോമ്പാക്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുള്ള ഒരു ഫിനിഷ് ടൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ബിൽ ഓഫ് മെറ്റീരിയൽ ഏതൊക്കെ. ദെൻ LG DVD റൈറ്റർ ഏത് ഗോഡൗണിലാണ് അസംബ്ലിങ് ഗോഡൗണിൽ എണ്ണം. അതേപോലെ തന്നെ കീബോർഡ് ഗോഡൗണിൽ എണ്ണം വേണം. സാംസങ് മോണിറ്റർ അസംബ്ലിങ് ഗോഡൗൺ ഡിപ്പാർട്ട്മെന്റ് ഗോഡൗണിൽ ഒരെണ്ണം. SMPS ഒരെണ്ണം മതി. സെറ്റാ കേബിൾസ് രണ്ടെണ്ണമാണ്. ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 കേബിൾ വേണം. ഇതാണ് BOM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ BOM എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ്ങിന് വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പർച്ചേസ് നടത്തി നമ്മൾ മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് പർച്ചേസ് നടത്തി, അതായത് ആവശ്യമായുള്ള സ്റ്റോക്ക് ഐറ്റംസുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ദെൻ പിന്നീട് പർച്ചേസ് നടത്തി മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഗോഡൗണിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൗച്ചർ ടൈപ്പ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കോമ്പാക്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുള്ള ഫിനിഷ് ടൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് ലിസ്റ്റ് ഓഫ് കോമ്പണൻസ്. ആ ഒരൊറ്റ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിസ്റ്റ്, അതാണ് BOM എന്ന് പറയുന്നത്. ബിൽ ഓഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇന്നത്തെ ഈ ദിവസം എത്ര കമ്പ്യൂട്ടറാണ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഒരു 3 കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ ഒരു 4 കമ്പ്യൂട്ടറാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അസംബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കമ്പണൻസുകൾ മെയിൻ ലൊക്കേഷനിൽ നിന്നും നമ്മുടെ അസംബ്ലിങ് ഗോഡൗണിലേക്ക്, അതായത് അസംബ്ലിങ് ചെയ്യുന്ന ഒരു റൂം അങ്ങോട്ടേക്ക്. ശരിക്കും മാനുഫാക്ചർ ഇപ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ മെഷീൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിനിഷ് ടൂൾസ് ആക്കുന്ന അത്തരത്തിലുള്ള ഐറ്റംസുകളാണെന്നുണ്ടെങ്കിൽ ഗോഡൗൺസിൽ നിന്ന് ചിലപ്പോൾ വാഹനത്തിലായിരിക്കണം, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരിക, മാനുഫാക്ചറിങ് ഗോഡൗണിലേക്ക് എത്തിക്കേണ്ടി വരിക. ഇവിടെ കമ്പണൻസ് കമ്പ്യൂട്ടർ ചെറിയ കമ്പണൻസ് അല്ല. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ലൊക്കേഷനിൽ നിന്നും മാനുഫാക്ചറിങ് ഗോഡൗണിലേക്ക് ആദ്യം സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. സ്റ്റോക്ക് ചാനൽ നിങ്ങൾക്കറിയാം 2 രീതിയിൽ എടുക്കാം. ഒന്ന് ഇൻവെന്ററി പർച്ചേസിൽ പോയാൽ നേരിട്ട് കണ്ടോ അവിടെ സ്റ്റോക്ക് ചാനൽ കിട്ടും, ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് പർച്ചേസിൽ പോയിട്ടുണ്ടെങ്കിൽ Alt F7 സ്റ്റോക്ക് ചാനൽ കിട്ടും. എടുക്കുമ്പോൾ നോക്കുക, കണ്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരാൻ കാരണം, അതായത് സ്റ്റോക്ക് ചാനൽ എടുക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടെ ആ ടൈപ്പിൽ മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ചോദിക്കുന്നുണ്ടോ ഇതിൽ ഏതാണെന്നുള്ളത്. ഇനി സ്റ്റോക്ക് ചാനലാണ് നമ്മൾ എടുക്കുന്നത്, കാരണം ആദ്യം സ്റ്റോക്ക് ഐറ്റം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, നെയിം ഓഫ് ഐറ്റം ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് 1 TB സ്റ്റോക്ക് ഐറ്റം ഗോഡൗൺ എവിടെയെന്ന് കൊടുക്കണം, മെയിൻ ലൊക്കേഷൻ 20 ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ എത്ര എണ്ണമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളിപ്പോൾ 5 എണ്ണമാണ്, ഇപ്പോൾ 4 എണ്ണമാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 5 എണ്ണം ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഇതേപോലെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. വാമ് എവിടുന്ന് എടുക്കുന്നത്, സോഴ്സ് ആണ് ഇതിലെ മെയിൻ ലൊക്കേഷൻ, എവിടുന്ന് എത്ര എണ്ണം എടുക്കുന്നു, ദെൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടെ നിന്നും 5 എണ്ണം എടുക്കുന്നു, ദെൻ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. കോമ്പാക്ട് കമ്പ്യൂട്ടർ ഒന്നുമില്ല, 0 നമ്പറാണ്, കാരണം നമ്മൾ അസംബിൾ ചെയ്തില്ല. ഇന്റൽ കോർ i പ്രോസസ്സർ ലൊക്കേഷനിൽ നിന്നും 5 എണ്ണം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നോക്കുക, സോഴ്സ്, അതായത് മെയിൻ ലൊക്കേഷനിൽ നിന്നും എത്ര എണ്ണം വീതം എടുത്തിട്ടുണ്ട്, ഓരോന്നും 5 എണ്ണം വീതം. ഇവിടെ സെറ്റാ കേബിൾ മാത്രം 10 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യണമെങ്കിൽ 2 എണ്ണം വേണം അല്ലേ. ഇവിടെ അപ്പോൾ നമ്മൾ 4 ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 5 എണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 അസംബിൾ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം 60 ക്വാണ്ടിറ്റി അല്ലേ. എല്ലാം ഓരോന്നും എന്ത് ചെയ്യുന്നു, എന്നിട്ട് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അസംബ്ലിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അല്ല, അതായത്
ഗോഡൗണിൽ നിന്നും മെയിൻ ലൊക്കേഷനെല്ലാം എന്ത് ചെയ്ത് അസംബ്ലിങ് ചെയ്യാൻ വേണ്ടി അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് നമ്മൾ എത്ര കമ്പ്യൂട്ടറാണ് അസംബിൾ ചെയ്ത് കഴിഞ്ഞത്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, അതായത് അസംബിൾ ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയത് എത്രയാണ് എന്നാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഷിഫ്റ്റ് F7 അടിക്കുന്നു, കൺട്രോൾ F7 അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് ചാനൽ വൗച്ചർ അല്ലേ. കൺട്രോൾ ആൾട്ട് F7 അടിക്കുന്നു, സ്റ്റോക്ക് ചാനൽ വൗച്ചർ. അതിൽ നമ്മൾ ഇനി എടുക്കുന്ന മാനുഫാക്ചറിങ്. ഇവിടെ നോക്കൂ, മാനുഫാക്ചറിങ് വൗച്ചർ എടുക്കുമ്പോൾ സ്റ്റോക്ക് ചാനൽ അതേപോലെ തന്നെ. ഓക്കെ, ഇത് മാനുഫാക്ചർ ഓഫ് മെറ്റീരിയൽസ്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ദെൻ നെയിം ഓഫ് പ്രൊഡക്റ്റ്, നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, 4 അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കോമ്പാക്ട് കമ്പ്യൂട്ടർ അല്ലേ കണ്ടോ, ഓട്ടോമാറ്റിക്കോട് വരും. അതിൻ്റെ BOM ഓട്ടോമാറ്റിക്കോട് വരും. ഈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ, കാരണം BOM ആൾറെഡി പറഞ്ഞു കൊടുത്താണ്. ദെൻ ഗോഡൗൺ, എവിടെയാണ് അസംബിൾ ചെയ്ത് കഴിഞ്ഞത്? അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഗോഡൗൺ. എത്രണ്ണാണ് ഇവിടെ? ഇപ്പോൾ ഞാൻ 2 കഴിഞ്ഞാണെങ്കിൽ 2 എന്ന് കൊടുത്താൽ കണ്ടോ, ഓരോന്ന് 2 വീതം എടുത്തിട്ടുണ്ടാവും ആ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള. അതായത് 1 TB കൺസ്യൂം ചെയ്തു കണ്ടോ, കമ്പണൻറ്റ് കൺസംഷൻ 2. ഇത് താഴത്തേക്ക് നോക്കൂ, ഇത് അങ്ങനെയാണെങ്കിൽ 2 ആണെങ്കിൽ നമ്മൾ ഇത് എത്ര വേണ്ടി വരും? കേബിൾ കണ്ടോ, 4 വേണ്ടി വരും കണ്ടോ, കേബിൾ. നമുക്ക് ഓട്ടോമാറ്റിക് വരും. പക്ഷെ നമുക്ക് ഇവിടെ 2 അല്ല, നമ്മൾ 4 അസംബിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? 4 കണ്ടോ, 4 വീതം. അപ്പോൾ മൊത്തം 1,11,800 രൂപയാണ്. അതായത് കമ്പണൻസുകൾ മൊത്തം അതിന് യൂസ് ചെയ്താണ് പറഞ്ഞത്. പക്ഷെ ഇത് മാത്രം പോരല്ല, അസംബിൾ ചെയ്ത വ്യക്തിക്ക് അല്ലേ, അന്ന് അയാളുടെ ഇതുണ്ടായിരിക്കും, പിന്നെ അഡീഷണൽ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ്, ഇവിടെ വേറെ ഏതെല്ലാം കാര്യങ്ങളാണ് അലോക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്കിവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ അഡീഷണൽ എക്സ്പെൻസ് ഇവിടെ Alt C അടിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അഡീഷണൽ കോസ്റ്റ് ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? വേജസ് വന്നിട്ടുണ്ട്. വേജസ് ആൾറെഡി ഉണ്ട്. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ സ്പേസ് അടിച്ചിട്ട് W അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, വേജസ്. ഇവിടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നേരിട്ട് എമൗണ്ട് പറഞ്ഞു കൊടുക്കാം. അതായത് ഈ 4 കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ 3,500 രൂപ ഒരു വ്യക്തി വേജസ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, 3,500 കൂടി ആഡ് ചെയ്തിട്ട് ഈ 4 കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാൻ മൊത്തം വന്ന ചിലവ് 1,10,000. കമ്പണൻസുകൾ മാത്രം റേറ്റ് നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ നോക്കൂ, 1,11,000 സംതിങ് ആണ് വരുന്നത്. നമുക്കിവിടെ മൊത്തം കമ്പണൻസ് ഉപയോഗിച്ച് വേജസ് ഇത് 3,500 രൂപ കൂടി വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ചിലതെല്ലാം ഉൾപ്പെടുത്താം. ഓക്കെ, അങ്ങനെ 1,15,000 ഇങ്ങനെ വരികയാണെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് ഫോർ പ്രൈമറി ഐറ്റം, ഒരു കമ്പ്യൂട്ടറിൻ്റെ വില എന്ന് പറഞ്ഞത് 28,820, അതായത് യൂണിറ്റ് റേറ്റ് ആണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ റേറ്റ് നമുക്ക് കിട്ടിയല്ലോ 28. ഈ റേറ്റിന് വിറ്റാൽ വല്ല ലാഭം ഉണ്ടോ? ഈ 28,825 ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? പല റേറ്റുകൾ സെറ്റ് ചെയ്യണം ഇനി അല്ലേ. അതായത് മിനിമം എന്ത് ചെയ്യണം? ഒരു 32 വേണ്ടേ, എന്നാലും ലാഭം കിട്ടുള്ളൂ അല്ലേ. ലാഭം വേണ്ടേ, പ്രോഫിറ്റ് വേണ്ടേ. ഒരു 32 മിനിമം സ്റ്റാർട്ടിങ് വെച്ചുകൊണ്ട് 34, 36 റേറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ പലതരത്തിലുള്ള റേറ്റുകൾ സെറ്റ് ചെയ്യണം അല്ലേ. പിന്നെ ഇതിനെ ഇവിടുന്ന് എന്ത് ചെയ്യണം? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിനൊരു ഗോഡൗൺ വേറെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ സ്റ്റോക്കേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസ് എടുത്ത് നോക്കൂ, ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിങ് പർച്ചേസിൽ പോയിട്ട് സെയിൽസ് അടിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഉണ്ടോ, ഇവിടെ കോമ്പാക്ട് കമ്പ്യൂട്ടർ ഉണ്ടോ, 4 എന്തുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളെടുത്തുണ്ട് സെയിൽസ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ റേറ്റ് നമ്മൾ എന്ത്